ഹായ് ചങ്ങാതിമാരെ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വളയങ്ങാനം വാട്ടർഫാളിലേക്കാണ്. ഇതാ ആ വളയങ്ങാനം വാട്ടർഫാള് നല്ല പെരുമഴയത്തുള്ള അവസ്ഥ കണ്ടോ. ഇതാണ്, ആരും ഒന്ന് നോക്കിപ്പോവും കുത്തിച്ചൊരിയുന്ന ആ വെള്ളം. ഇത് കണ്ടിതാ ഞങ്ങളുടെ നാട്ടിൽ നിന്നും നേരെ ഈ വാട്ടർഫാള് കാണാൻ പോവുകയാണ്. കാരണം ഇത് പെരുമഴയുള്ള സമയത്താണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അയക്കാലും ആ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടി ഇതാ ഞങ്ങൾ തിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്നും പൂഞ്ഞാറ്, പാതാമ്പുഴ, ചോലത്തരം വഴി മുണ്ടക്കയം ആ റൂട്ടിലാണ്. ഞങ്ങളുടെ ജീപ്പിൽ പോവുകയാണ്. മഴയുള്ളതുകൊണ്ടും ആ നല്ല പച്ചപ്പ് നിറഞ്ഞ വഴിയിലൂടെ പോകുന്ന വഴിക്കുള്ള മനോഹരമായ ആ ഒരു പച്ചപ്പരവരിച്ച കുന്നും ആ കോടമഞ്ഞും എല്ലാം കണ്ട് ആ യാത്രയ്ക്കൊരു ഇമ്പമേകുന്ന ഒരു കാഴ്ചയും കൂടിയാണ് ഞങ്ങളുടെ യാത്രയിൽ. പാഞ്ചാലി മേടിലോട്ട് തിരിയുന്ന വഴി ഞങ്ങൾ കുറച്ച് വിശ്രമിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. അല്ല, ധാരാളം വാഹനങ്ങൾ മഴ സമയത്താണെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങളും യാത്ര തിരിക്കുകയാണ്. നമ്മളങ്ങനെ പോയി വളഞ്ഞങ്ങാനം വാട്ടർഫാൾ അങ്ങ് ദൂരിൽ നിന്ന് കാണാം. കണ്ടില്ലേ, ആ കാണുന്ന അത്രയും ഒരു വെള്ളമില്ലെങ്കിലും അത്യാവശ്യമുണ്ട്. അതുപോലെ ധാരാളം യാത്രക്കാരും വന്ന് ആ വാട്ടർഫാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളും ആ ഒരു സൈഡിൽ വാഹനം നിർത്തി ആ വളഞ്ഞങ്ങാനം വാട്ടർഫാൾ കുറച്ച് കാണാൻ വേണ്ടി ഇതല്ലേ, നല്ലൊരു ഫീലാണ്. ആര് വന്നാലും ഒന്ന് നിർത്തിപ്പോകും. അതുപോലുള്ള നല്ല ഒരു മനോഹരമായൊരു സ്ഥലം കൂടിയാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾ. ശേഷം അടുത്ത ഞങ്ങളുടെ വാട്ടർഫാള് വെമ്പിളി വാട്ടർഫാള്. വെമ്പിളി എന്നും പേരുണ്ട്, മറ്റൊരു പേര് പാപ്പാനി വെള്ളച്ചാട്ടം എന്ന് മറ്റൊരു പേരുമുണ്ട്. ഉറുമ്പിക്കര റൂട്ടിലാണ് ഈ വാട്ടർഫാൾ. ഏതൊക്കെയാലും വെമ്പിളി വാട്ടർഫാൾ ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും പോവുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്നൊരു വാട്ടർഫാളിനാണ് വെമ്പിളി പാപ്പാനി വാട്ടർഫാൾ എന്നുള്ളത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് മഴയ്ക്കൊരു ശമനവുമില്ല, മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്കില്ല കോടമഞ്ഞ് കണ്ട. ഒരു സൈഡിൽ മലയും മറ്റു സൈഡിൽ ദൂരത്തിലെ മലയെങ്കിലും നല്ല കോടമഞ്ഞ് തിങ്ങി നിൽക്കുകയാണ്. അതും ഞങ്ങളുടെ കാഴ്ചയ്ക്ക്, യാത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചയും കൂടിയാണ്. നല്ല ധാരാളം വാഹനങ്ങൾ നിരനിരയായി പോകുന്നുണ്ട്. നല്ല വൈബാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് ഈ സവാരി റൈഡ് നടത്താൻ നല്ല രസമാണ് അല്ലേ. ചില ഭാഗത്ത് ഇപ്പം കുറച്ച് വന്നപ്പോൾ കോടമഞ്ഞിൻ്റെ അളവ് കുറഞ്ഞു എങ്കിലും ആ മലനിരകൾ കാണാം. കാരണം വരുന്ന വഴിക്ക് ഇടയ്ക്ക് സ്ഥലത്ത് നിർത്തി ആ ഒരു പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാ വരുന്ന വഴിക്ക് മറ്റൊരു മലയിൽ കൂടെ വന്നപ്പോൾ ഈ സെൻറ്റ് ആൻ്റണീസ് കോളേജ് കാണാം. ഇപ്പം അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ യാത്ര ചെയ്തു വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നിന്ന് ആ പ്രകൃതി ആസ്വദിക്കാൻ നല്ല രസമാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് കൊക്കയാർ, ഉറുമ്പിക്കര, വെമ്പിളി ആ ഒരു റൂട്ടാണ്. അതും നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു റൂട്ടുമാണ്. കാരണം നാച്ചുറൽ റൂട്ട് എന്ന് തന്നെ പറയാം. ആ പച്ചപ്പും ആ ഒരു തണുപ്പും ആ പ്രകൃതിയുടെ വൈബ് നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഹായ് ചങ്ങാതിമാരെ, നമ്മളങ്ങനെ വെമ്പിളി വെള്ളച്ചാട്ടം എൻ്റെ തൊട്ട് കിടക്കുന്ന വഴിയാണ് വെമ്പിളി വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത്. ഞാൻ വെമ്പിളി വെള്ളച്ചാട്ടം ഒന്ന് കണ്ടില്ലേ. നമ്മളതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഒരു നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. കാരണം മഴ സീസണായതുകൊണ്ട് നല്ല വെള്ളവുമുണ്ട്. ഞങ്ങൾ വാഹനം ഇട്ടതിന് ശേഷം റബ്ബർ തോട്ടത്തിൽ കൂടെ കടന്നു വരികയാണ്. കേട്ടോ, കിടിലൻ സ്പോട്ടാണ്. എന്താ നമ്മൾ സൂക്ഷിക്കുക.
ഞാൻ എടുത്തുണ്ട്. ഹായ് ചങ്ങാതിമാരെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഇന്നത്തെ വെമ്പിളി വാട്ടർഫാൾ അഥവാ പാപ്പാനി വാട്ടർഫാളിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ബ്രേക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? കിടിലനല്ലേ? അപ്പോൾ തൽക്കാലം നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.